ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിട്ട് തീർന്നിരിക്കുന്നു. ആയതിനാൽ എല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന ഒന്നാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിയാതെ വണ്ണം നമ്മെ തടയുന്ന കാര്യം നമ്മുടെ പാപമാണ്. പാപത്തിന് പരിഹാരം വരുത്താതെ, പാപത്തിന് മോചനം പ്രാപിക്കാതെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ദൈവം തന്നെ അതിന് വഴിയൊരുക്കി എന്ന യാഥാർത്ഥ്യം, ആ സന്തോഷമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. ആ കർത്താവ് യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് പകരക്കാരനായിട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുന്നത് മുഖാന്തരം നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക്, ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക, മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയുക. കർത്താവ് നമ്മെ രക്ഷിക്കുവാനായിട്ട് മതിയായവനാണ്.